Hello everyone, welcome to our video class section. Today we are discussing the chapter Microbes in Human Welfare. In previous class or previous session we discussed the microbes used in household products and in industrial products. Now we are discussing the role of microbes in sewage treatment. Clear it is? Sewage treatment. The role of microbes in sewage treatment. Okay, so what is the sewage means? What is sewage? The waste generated in cities and towns every day are known as sewage. The waste generated in cities and towns every day are known as sewage. It contains a large amount of organic matter and microbes. അതിലെന്തായിരിക്കും ഒരുപാട് ഓർഗാനിക് മാറ്ററും മൈക്രോബ്സും എന്താണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ സീവേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീവേജ് എന്ത് ചെയ്യുന്നു? ബിഫോർ ഡിസ്പോസൽ ദ സീവേജ് ഇസ് ട്രീറ്റഡ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ യൂസ്ഫുൾ ആക്കി മാറ്റുക. അതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, അതല്ലെങ്കിൽ STPs എന്ന് മാറ്റി STP, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ നമുക്ക് യൂസ് എന്താ? ഇറ്റ് മേക്ക് ലെസ് പൊല്യൂഷൻ, അതായത് വളരെ കുറച്ച് പൊല്യൂഷൻസ് എന്തുണ്ടാക്കുള്ളൂ? സീവേജ് വേസ്റ്റ് കൊണ്ട് ഉണ്ടാവുകയുള്ളൂ. ദ ട്രീറ്റ്മെന്റ് ഇസ് ഡൺ ബൈ ദ ഹെറ്ററോട്രോപിക് മൈക്രോ ഓർഗാനിസം. അതായത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഏതാണ്? ഹെറ്ററോട്രോപിക് ആയിട്ടുള്ള മൈക്രോബ്സ് ഹെൽപ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. So what is sewage? The waste generated in cities and towns every day are known as sewage. The waste generated. അപ്പോൾ ആ വേസ്റ്റിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗാനിക് മാറ്റർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും? മൈക്രോബ്സ് ഉണ്ടായിരിക്കും അല്ലേ? ആ മൈക്രോബ്സിനൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാന്റ് ആണ് എന്താ പറയുന്നത്? സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഈ സീവേജ് ട്രീറ്റ്മെന്റ് നടക്കണമെങ്കിൽ അവിടെ എന്താണ്? രണ്ട് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ is primary treatment plants and the next one is secondary treatment plants. First one is primary treatment plant and the next one is secondary treatment plants. So primary treatment plant എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ റിമൂവൽ ആണ്. ഓക്കെ, പിന്നെ സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻസ് ആർ ദ മെയിൻ പോയിന്റ്സ് ഇൻ പ്രൈമറി ട്രീറ്റ്മെന്റ്. വാട്ട് ഈസ് ഫിസിക്കൽ റിമൂവൽ, അതുപോലെ തന്നെ സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻ, അതൊക്കെയാണ് എന്താ പറയുന്നത്? പ്രൈമറി ട്രീറ്റ്മെന്റ് ഓഫ് സീവേജ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇൻ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഇൻക്ലൂഡ്സ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് സെക്കൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെ പെടുന്നുണ്ട്? ഹെറ്ററോട്രോപിക് ആയിട്ടുള്ള ബാക്ടീരിയ, BOD നമുക്ക് പറയാം, ഇത് BOD എന്ന് പറയും, അതുപോലെ തന്നെ ഫ്ലോക്സ്, അതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത് പറയുന്നത്? നമ്മളുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് എ പിക്ചർ ഓഫ് ദ നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റിന്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്താ നമ്മൾ പറഞ്ഞത്? നമുക്ക് എന്താ പറയാം? ഫിസിക്കൽ റിമൂവൽ അല്ലെ? ദ പ്രൈമറി ട്രീറ്റ്മെന്റ് ഇൻവോൾവ്സ് ഫിസിക്കൽ റിമൂവൽ ഓഫ് ലാർജ് ആൻഡ് സ്മോൾ പാർട്ടിക്കിൾസ് ഫ്രം ദ സീവേജ് ത്രൂ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ. നമ്മൾ അരിച്ചെടുക്കുക, അതല്ലെങ്കിൽ അടിഞ്ഞുകൂടുക, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ സീവേജിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ സീവേജിൽ നിന്നും നമുക്ക് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിച്ചെടുക്കാനായിട്ട് കഴിയും. അതാണ് പ്രൈമറി ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്രൈമറി ട്രീറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ. ദ പാർട്ടിക്കിൾസ് ആർ റിമൂവ് സ്റ്റേജ് ബൈ സ്റ്റേജ് അല്ലെ? ഡിഫറെന്റ് സ്റ്റേജിലൂടെ. പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് വളരെ സ്ലോ ആയിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക? നമ്മളെങ്ങനെ റിമൂവ് ചെയ്തെടുക്കുക. അതിലെല്ലാം നമുക്ക് ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ ഉണ്ടായിരിക്കും അല്ലെ? അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഡെബ്രിസ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ എന്താ ചെയ്യാൻ പറ്റും? സെഡിമെന്റ് ചെയ്യണം, അതായത് സോയിലിൽ സെഡിമെന്റ് ചെയ്യണം എന്തുണ്ടാവും? ഗ്രിഡ്സിലുണ്ടായിരിക്കും. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെഡിമെന്റേഷൻ എന്ന പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ സെറ്റിൽമെന്റ് നമുക്ക് എന്താ പറയുക? വേർതിരിച്ചെടുക്കാം. The settled forms of primary sludge and the supernatant that forms the primary effluent is taken for secondary treatment. നമ്മളിങ്ങനെ തരം തിരിച്ചെടുത്തിട്ടുള്ള അല്ലെ? നമ്മളിങ്ങനെ തരം തിരിച്ചിട്ടുള്ള പ്രൈമറി സ്ലഡ്ജിൽ പിന്നെ സൂപ്പർനാറ്റന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, അതിന് പകരമാണ് എഫ്ലുവന്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഇഫ്ലുവന്റും അതുപോലെ തന്നെ ഈ പ്രൈമറി ആയിട്ടുള്ള സ്ലഡ്ജ് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? സെക്കൻഡറി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. സോ സീവേജ് ട്രീറ്റ്മെന്റ് രണ്ട് സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് വേർതിരിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് ചെയ്യാൻ സെഡിമെന്റ് ചെയ്യാൻ സമ്മതിക്കുക. അങ്ങനെ ആ കിട്ടുന്ന റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ എവിടെ കടത്തി വരുന്നത്? സെക്കൻഡറി ട്രീറ്റ്മെന്റ് ടാങ്കിൽ കടത്തി വരുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്ക്, സീവേജ് വെള്ളം വരുന്നുണ്ടോ? ഇവിടെ ഫിൽട്രേഷൻ ഒരു അരിപ്പ പോലെ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അരിച്ചെടുക്കാം. അങ്ങനെ എന്ത് ചെയ്യാം? അരിച്ചെടുക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ ആ മെറ്റീരിയൽ ബാക്കി എന്ത് ചെയ്യാം? സെറ്റിൽ ചെയ്യേണ്ടത് ഇല്ലേ? ഈ സെറ്റിൽ ചെയ്യണ മെറ്റീരിയലൊക്കെ നമുക്ക് എന്താ പറയാം? ഇനി ഇവിടെ വരുള്ളത് പ്രോസസ് എന്താണ്? പ്രൈമറി ആണ് അല്ലെ? ഇനി അടുത്ത് വരുന്നത് എന്താണ്? സെക്കൻഡറി.
സെക്കൻഡറി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് അതല്ലെങ്കിൽ അതിനെന്താ പറയുക, ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ് എന്താ നമ്മൾ പറഞ്ഞു, ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് ഏത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ ബയോളജിക്കൽ പ്രോസസ് ബിക്കോസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്, ഹെറ്ററോട്രോപിക് ആയിട്ടുള്ള ബാക്ടീരിയകളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സീവേജിൽ എന്തുണ്ട്, ഒരുപാടായിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ സീവേജിൽ കാണുന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ബാക്ടീരിയയാണ്, ഹെറ്ററോട്രോപിക് ആയിട്ടുള്ള ബാക്ടീരിയയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ എഫ്ലുവൻ്റ് അല്ലേ, നമ്മൾ പ്രൈമറി സേവേജ് ആ ട്രീറ്റ്മെൻറ്റിലോട്ട് വേർതിരിച്ചെടുത്ത എഫ്ലുവൻ്റ് ഉണ്ട്. ആ എഫ്ലുവൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കോൺസ്റ്റൻ്റ്ലി എപ്പോഴും നമ്മൾ എന്ത് എയറേഷൻ കൊടുക്കുക. അങ്ങനെ എയറേഷൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെയുള്ള മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ. അങ്ങനെ ഗ്രോ ചെയ്യുന്നത് അവരൊരു ഫ്ലോക്ക്, അവരവരുടെ ഒരു കൂട്ടം ഉണ്ടാവും അല്ലേ. അവരൊരു എന്താ പറയുക, വളരെയധികം അവരുടെ എയറേഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ബാക്കി മറ്റുള്ള സിവേജിലുണ്ട് ഇല്ലേ. അപ്പോൾ എയർ കൂടെ കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ അവരെന്തുണ്ടാവും, അവിടെ ഒരു ഫ്ലോക്ക് ആയിട്ട് മാറാനായിട്ട് തുടങ്ങും. These microbes consume a major part of organic matter in the effluent and reduces the BOD. BOD എന്ന് പറഞ്ഞെങ്കിൽ ബയോളജിക്കൽ ഓക്സിഡേഷൻ ഡിമാൻഡ് എന്നാണ്. BOD എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ബയോളജിക്കൽ ഓക്സിഡേഷൻ ഡിമാൻഡ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, വളരാൻ തുടങ്ങുമ്പോൾ ഈ വാട്ടറിലുള്ള ഓർഗാനിക് മെറ്റീരിയലൊക്കെ അവരെന്ത് ചെയ്യാൻ തുടങ്ങും, കൺസ്യൂം ചെയ്യാൻ തുടങ്ങും അല്ലേ. അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരെന്ത് ചെയ്യും, അവർക്ക് ഭക്ഷിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി അവരെന്ത് ചെയ്യും, ആ ഓർഗാനിക് മാറ്ററിനൊക്കെ എന്ത് ചെയ്യും, അവർ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ BOD എന്താ, BOD എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, ബയോളജിക്കൽ ഓക്സിഡേഷൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു അല്ലെ. BOD മീൻസ് എന്താ പറയുക, എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ബൈ ദ ബാക്ടീരിയ ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് ദ ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ. 1 ലിറ്റർ വാട്ടറിലെ എത്രമാത്രം ഓക്സിജനെ ഓർഗാനിക് മെറ്റീരിയലിന്റെ കൺസംഷന് വേണ്ടി ബാക്ടീരിയാസ് ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്ത് പറയുന്നത്, BOD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ BOD മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ക്ലിയർ ചെയ്യാൻ പറ്റും, ദ റേറ്റ് ഓഫ് അപ്ടേക്ക് ഓഫ് ഓക്സിജൻ, എത്ര ഓക്സിജൻ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് കൺസ്യൂം ചെയ്തു എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ BOD എന്ന് പറയുന്നത് എന്താണ്, ഒരു പൊള്യൂട്ടിംഗ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. ഗ്രേറ്റർ BOD ആണെങ്കിൽ, BOD കൂടി എന്ന് കഴിഞ്ഞാൽ അർത്ഥം പറയാം അതെന്താണ്, അവിടെ പൊല്യൂഷൻ കൂടുതലാണെന്ന് അർത്ഥം, അതായത് ഓക്സിജന്റെ എമൗണ്ട് കുറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ BOD കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കൂടിയെന്ന് അർത്ഥം, അവിടെ ഒരുപാട് എന്തുണ്ട്, പൊല്യൂഷൻ നടന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സീവേജ് വാട്ടറിനെ നമ്മൾ BOD ആയിട്ട് ട്രീറ്റ് ചെയ്തു. അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ട് ഒരുപാട് എന്ത് ഫോം ചെയ്തു, അവിടെ ഫ്ലോക്സ് അവിടെ ഫോം ചെയ്തു അല്ലേ. ഈ ഫ്ലോക്സിനൊക്കെ നമ്മൾ എന്ത് ഒരുമിച്ച് ചേർന്ന് പിന്നെ പറയുന്നത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന്. ആക്ടിവേറ്റഡ് sludge. A part of this activated sludge is pumped back into large tanks called anaerobic sludge digesters. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഒരുപാട് ഉണ്ടായ ഫ്ലോക്സിന് നമ്മൾ പറഞ്ഞ പേരെന്താ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറഞ്ഞു. ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ നമ്മൾ ഇനി പാസ് ചെയ്യുന്നത് എവിടേക്കാണ്, അനൈറോബിക് ആയിട്ടുള്ള ടാങ്കിലേക്കാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അനൈറോബിക് ആയിട്ടുള്ള ടാങ്കിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അനൈറോബിക് ടാങ്കിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവിടെ എയറോബിക് ബാക്ടീരിയക്ക് ലീവ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൈറോബിക് ആണ് അല്ലെ. അപ്പോൾ മറ്റുള്ള ഓർഗാനിസം ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ ലീവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദ അനൈറോബിക് ബാക്ടീരിയ ഇൻ ദ സ്ലഡ്ജ് digest the bacteria and fungi in the sludge and produce mixture of gases. അപ്പോൾ ഈ അനൈറോബിക് ബാക്ടീരിയ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ സ്ലഡ്ജ് ലീവ് ചെയ്യും. ഇതിന് അവരെന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. മീഥൈന്, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഒക്കെ അവർ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാണ്, ഒരു വേസ്റ്റ് ആയിട്ട് ആ അനൈറോബിക് ബാക്ടീരിയയിൽ നമുക്ക് എന്ത് കിട്ടണം, ഒരു ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഏതൊക്കെ, മീഥൈൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ്. ഈ ഗ്യാസ് നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കിങ്ങിനോ അതുപോലെ തന്നെ ലൈറ്റ്നിങ്ങിനൊക്കെ ഉപയോഗിക്കാം. മാത്രമല്ല ഇങ്ങനെ വൃത്തിയാക്കിയ വെള്ളമില്ല നമുക്ക്, അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെടികൾ നനയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് സീവേജ് ട്രീറ്റ്മെന്റ് പറയുന്നത്, സീവേജ് എന്ന് പറയുന്നത് സിറ്റീസിലും നമ്മുടെ ഹൗസ് ഹോൾഡിലൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ വലിയ സ്കെയിൽ നമ്മുടെ ഹൗസിൽ കിട്ടുന്നതിന് സീവേജ് പറയാൻ പറ്റില്ല, കാരണം അത്രയും എമൗണ്ടിൽ കിട്ടണം. ഓക്കെ, അങ്ങനെയുള്ള എവറിഡേ വേസ്റ്റ് ആണ് സീവേജ് എന്ന് പറയുന്നത്. ആ സീവേജ് നമുക്ക് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ 2 തരത്തിലുള്ള സീവേജ് റിമൂവൽ ഉണ്ട്. ഒന്ന് ഫിസിക്കൽ റിമൂവൽ ഉണ്ട്, ഒന്ന് എങ്ങനത്തെ റിമൂവൽ എന്ന് പറഞ്ഞു, ഒന്ന് ഫിസിക്കൽ റിമൂവലും ഒന്ന് എന്താണ് സെക്കൻഡറി റിമൂവൽ എന്ന് പറഞ്ഞു. ഫിസിക്കൽ റിമൂവൽ എന്ന് പറയുന്നത് പ്രൈമറി ആണ്. സെക്കൻഡറി റിമൂവൽ എന്ന് പറഞ്ഞാൽ വിത്ത് ഹെൽപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഫിൽട്ടർ ചെയ്തെടുക്കുക, സെഡിമെന്റ് ചെയ്തെടുക്കുക. ആ കിട്ടിയ മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡറിയിലേക്ക് കടത്തി വരുന്നത്. അങ്ങനെ സെക്കൻഡറിയിൽ നമ്മൾ എയറേഷൻ ടാങ്കിൽ വെച്ചാണ് വളർത്തിയെടുത്ത് ഗ്രോത്ത് ആക്കി ഫ്ലോക്സ് ആക്കി മാറ്റി. ആ ഫ്ലോക്സ് ആക്കി മാറ്റിയാൽ നമ്മൾ പറഞ്ഞ ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. അപ്പോൾ അവിടെ എന്ത് കൂടും, BOD കൂടും. BOD കൂടി കഴിഞ്ഞാൽ എന്താർത്ഥം, അവിടെ മൈക്രോ ഓർഗാനിസംസ് അവിടുത്തെ ഓക്സിജനെ മുഴുവൻ യൂസ് ചെയ്തു എന്നതിനുള്ള ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, അങ്ങനെയുള്ള മെറ്റീരിയലിനെ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കി നോക്കൂ. അടുത്ത ഈ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ സെക്കൻഡ് ഡൈജസ്റ്റർ ആയിട്ടുള്ള, അപ്പോൾ ഇത് എയറേഷൻ ടാങ്ക് എന്ന് പറയുന്നത് പ്രൈമറി ഡൈജസ്റ്ററും പിന്നെ എനറോബിക് പ്രോസസ്സ് നടക്കുന്ന ആ പോർഷനില്ലേ,
അതെന്താണ്? സെക്കൻഡറി ഡൈജസ്റ്റർ ആണ് അല്ലേ. അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ എനർബിക് ഓർഗാനിസംസ് വർക്ക് ചെയ്യും. അങ്ങനെ എനർബിക് ഓർഗാനിസം വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും നമുക്ക് ബയോഗ്യാസ് ഉണ്ടാക്കാൻ പറ്റും. കാരണം മീഥേൻ ഉണ്ട്, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന സ്ലറി ഉണ്ട് അല്ല, ആ കുറച്ചുകൂടി വേസ്റ്റ് കിട്ടുന്നത്. ആ സ്ലറി നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ സ്ലറി നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ദീസ് ഓൾ ആർ അബൌട്ട് ദ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ. ഓക്കെ, നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയുമാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ആ സ്ലൈഡ് നോക്കി നോക്കൂ. വളരെ വൃത്തികേടായിട്ടുള്ള വെള്ളം അല്ലേ, കുറേ വേസ്റ്റ് കിടക്കണുണ്ട് അവിടെ. പിന്നെ കുറേ ആളുകൾ കുളിക്കുന്ന പോലെ ഉണ്ട് അല്ലേ. പിന്നെ കുറേ എന്താ അവിടെ ബോട്ടും അതുപോലെ തന്നെ വഞ്ചി കിടക്കുന്നുണ്ട്, കുറേ വേസ്റ്റുകളുണ്ട് അല്ലേ. ഇത് നമ്മുടെ ഗംഗാ റിവറാണ്. നമ്മുടെ ഗംഗാ റിവർ, നമ്മുടെ സീക്രട്ട് റിവറാണ് എന്ത്? ഗംഗാ റിവർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ ഗംഗയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷനാണ് അല്ലെങ്കിൽ പ്ലാനാണ് എന്ത്? ഗംഗാ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഗംഗയെ മാത്രമല്ല നമ്മുടെ യമുന റിവറിനെയും കൂടി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് ഗംഗാ യമുന ആക്ഷൻ പ്ലാൻ. ഓക്കെ, ഗംഗാ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് അത് നമ്മൾ 1984 അങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു. 85 ഇത് സ്റ്റാർട്ട് ചെയ്തു. 2000 ആയപ്പോൾ, മാർച്ച് 2000 ആയപ്പോൾ ആ പ്ലാൻ എന്ത് ചെയ്തു? കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ യമുന ആക്ഷൻ പ്ലാനും സ്റ്റാർട്ട് ചെയ്തത് 1993 ഓക്കെ, ഇപ്പൊ നമ്മുടെ ഗംഗ മാർച്ച് 2000 നമ്മുടെ ഗംഗ ആക്ഷൻ പ്ലാൻ കഴിഞ്ഞതാണ്. എന്നിട്ടും ഗംഗ എന്തല്ല, ഇപ്പോഴും എങ്ങനെ തന്നെയാണ്? പൊല്യൂട്ടഡ് വാട്ടറാണ്. നമ്മൾ ഗംഗയിൽ നിന്ന് കുറച്ച് ml വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് എന്ത് കാണാം? ഹ്യൂമൻ ഫീക്കലിൽ കാണുന്ന, അതായത് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലിൽ കാണുന്ന ബാക്ടീരിയകളെ എവിടെ കാണാൻ പറ്റും? നമുക്ക് ഈ ഗംഗ റിവറിൽ കാണാൻ കഴിയും. അതായത് നമ്മുടെ ഒരുപാട് എന്താ പറയുക സീവേജ്, ഡൊമസ്റ്റിക് സീവേജും ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് വേസ്റ്റും പിന്നെ എന്താ പറയുക അവിടെ ഒരു കൺട്രോൾ ഇല്ലാതെയാണ് അതിന്റെ ആ റിവറിനെ എന്ത് ചെയ്ത് ആളുകൾ പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സീക്രട്ട് റിവർ എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് കാലം നനച്ചാൽ പോയി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബോഡിയിലേക്ക് മൈക്രോ ഓർഗാനിസംസ് എത്തിച്ചേരും. ഓക്കെ, പലതരത്തിലുള്ള അസുഖങ്ങൾക്കും അത് കാരണമാകും. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാട്ടർ പൊല്യൂഷനെ ഗംഗയെ യമുനയൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണല്ലോ. അപ്പൊ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പ്ലാനാണ് ഇതൊക്കെ ഗംഗ ആക്ഷൻ പ്ലാനും അതുപോലെ തന്നെ യമുന ആക്ഷൻ പ്ലാനും എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ അവരൊക്കെയാണ് ഈ പ്ലാനിൽ ഉൾപ്പെട്ട സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഗംഗ യമുന റിവേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫ്ലോ ചെയ്യുന്നത് ഈ സ്റ്റേറ്റുകളിലൂടെയാണ്. ഓക്കെ, ഏകദേശം നമ്മളൊരു എസ്റ്റിമേറ്റ് കണക്കാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1400 million liters of sewage and 200 million liters of industrial effluents are being dumped into the Ganga river every day. ഒരു ദിവസത്തെ കാര്യം പറയുന്നത് 1400 million liters. ഓക്കെ, സീവേജ് അതുപോലെ തന്നെ 200 million liters ഓഫ് ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസും എവിടെ വരുന്നുണ്ട്? നമ്മുടെ ഗംഗാ നദിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് ഗംഗ ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ യമുന ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സീവേജ് ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിലൂടെ കടത്തിവിട്ടതിന് ശേഷം, സെക്കൻഡറി ട്രീറ്റ്മെന്റിലൂടെ കടത്തിവിട്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള വലിയ നദികളിലേക്ക് ഒഴുക്കി വിടുകയാണെങ്കിൽ അവിടെ എന്ത് കുറയും? ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ഇതുപോലെയുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് കുറയും. അപ്പൊ അതെന്താവില്ല? ആ വാട്ടർ എന്ന് പറയുന്നത് ലെസ് പൊല്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഗംഗ ആക്ഷൻ പ്ലാനിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതായിരുന്നു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അതുപോലെ തന്നെ സീവേജ് വേസ്റ്റ് കുറച്ച് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? നമുക്ക് അതിനെ കൺട്രോൾ ആക്കാൻ പറ്റിയില്ല. അപ്പൊ അതിനുശേഷം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി സാറിന്റെ ആ ഒരു ഡെവലപ്മെന്റ് പ്ലാൻ ആണ് എന്ത്? നമാമി ഗംഗ എന്ന് പറയുന്നത്. അതായത് അടുത്ത 2020 അതായത് ഈ 2020 കഴിയുന്നതോട് കൂടി എന്ത് ചെയ്യാമെന്ന് പറയുന്നത് ആ ഗംഗയെ എന്തൊക്കെ പറ്റും? ലെസ് പൊല്യൂട്ടന്റ് ആക്കി മാറ്റിയെടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? വിൽ ഹോപ്പ്, നമുക്ക് പ്രതീക്ഷിക്കാം എന്ത് അങ്ങനെ നമ്മുടെ സെക്രട്ടറി ഓറായിട്ടുള്ള ഗംഗ യമുനയും ഒക്കെ എന്ത് എത്തിച്ചേരുമെന്ന്, അങ്ങനെ ഒരു ലെസ് പൊല്യൂട്ടന്റ് ആയിട്ടുള്ള ഒരു റിവറിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, സോ ഗംഗ ആക്ഷൻ പ്ലാൻ ആൻഡ് യമുന ആക്ഷൻ പ്ലാൻ. ഗംഗ ആക്ഷൻ പ്ലാൻ സ്റ്റാർട്ട് ഇൻ 1985. Okay, and the Yamuna action plan started in 1993. Ganga action plan and Yamuna action plan to prevent the pollution of the river. Okay, അത് പ്രിപ്പയർ ചെയ്ത ആരാണ്? പ്ലാൻ പ്രിപ്പയർ ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റ് ആണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു ഗംഗ ആക്ഷൻ പ്ലാനും അതുപോലെ തന്നെ
ഈവനിങ് ആക്ഷൻസ് പ്ലാനും എന്ത് കൊണ്ടുവന്നത്. അതിന്റെ ഫംഗ്ഷൻസ് എന്തായിരുന്നു, അവർ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ക്ലിയർ ടെസ്റ്റ്. Okay, so next we are going to take the portion microbes in production of biogas. മൈക്രോബ്സ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. നമ്മൾ നേരത്തെ സീവേജ് ട്രീറ്റ്മെന്റിൽ എന്ത് പറഞ്ഞു, ബയോഗ്യാസ് പ്രൊഡക്ഷന് കാര്യം പറഞ്ഞു ഇല്ലേ. ഇത് അതായത് സീവേജ് ട്രീറ്റ്മെന്റ് അല്ലാതെ തന്നെ ബയോഗ്യാസ് പ്രൊഡക്ഷന് മൈക്രോബ്സിന്റെ യൂസ്ഫുൾനെസ് ആണ്. ഓക്കെ, വാട്ട് ഇസ് ബയോഗ്യാസ് എന്ന് പറയുന്നത്? ബയോഗ്യാസ് ഇസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസ് അല്ലെ. അതിൽ എന്തുണ്ട്, 60% എന്താണ്, മീത്തേൻ ആണുള്ളത്, മീത്തേൻ. പിന്നെ എന്തൊക്കെയുണ്ട്, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബൈ ദ ആക്ഷൻ ഓഫ് ദ മൈക്രോബ്സ് അല്ലെ. അത് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം, ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ കുക്കിങ്ങിനോ ലൈറ്റിനിങ്ങിനോ ഒക്കെ ഉപയോഗിക്കുന്നത് എന്ത്, ബയോഗ്യാസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ബയോഗ്യാസ്? ബയോഗ്യാസ് ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ലൈക്ക് methane, hydrogen sulfide and carbon dioxide produced by microbial activity which may be used as fuel. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള ഗ്യാസ് ഫോം ചെയ്യുക എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഗാനിക് സബ്സ്റ്റൻസസ് പ്രസന്റ് ഓൺ ദ വേസ്റ്റ്. ആ വേസ്റ്റ് മെറ്റീരിയലിലുള്ള ഓർഗാനിക് മെറ്റീരിയൽ കണ്ടന്റ് അനുസരിച്ചായിരിക്കും എന്ത് ഫോം ചെയ്യിക്കുക, ഗ്യാസ് ഫോം ചെയ്യിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഗ്യാസ് ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ബയോഗ്യാസ് പ്ലാന്റിൽ ഉപയോഗിക്കുന്ന കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഏതൊക്കെ? മെത്തനോ ബാക്ടീരിയം. ഈ മെത്തനോ ബാക്ടീരിയത്തിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. ഇത് അനേറോബിക് കണ്ടീഷനിൽ വളരുന്ന ഒരു ഓർഗാനിസം ആണ്. ഇത് മെത്തനോജൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്നാണ് എന്ത് പേര് വന്നത്, മെത്തനോജൻസ് എന്ന് വന്നത്. മാത്രമല്ല അതിന്റെ കൂടെ അവരുടെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഹൈഡ്രജനും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ മെത്തനോജൻസ് ബാക്ടീരിയ നമ്മുടെ കൗയില്ലേ, നമ്മുടെ കാറ്റിൽസിലൊക്കെ, ആ കാറ്റിൽസിലൊക്കെ റൂമിൽ എന്ത് കാണാൻ പറ്റും, ഈ മെത്തനോജൻസ് ബാക്ടീരിയ കാണാൻ പറ്റും. കാരണം അവരുടെ സെല്ലുലോസ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ് എന്ത്, ഈ മെത്തനോജൻസ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കൗഡംഗാണ്. ഓക്കെ, അപ്പൊ കൗഡംഗിൽ ഒരുപാട് എന്തുണ്ടായിരിക്കും, മെത്തനോജനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിലുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ ബയോഗ്യാസിനെ അല്ലെങ്കിൽ ഈ കൗഡംഗ് ഉപയോഗിച്ചിട്ടുള്ള ബയോഗ്യാസ് നമുക്ക് എന്തും കൂടെ പറയാം, ഗോബർ ഗ്യാസ് എന്നും കൂടെ പറയാം. ക്ലിയർ ആണോ? അപ്പൊ ബയോഗ്യാസ് എന്താ പറഞ്ഞത്, ബയോഗ്യാസ് ഇസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ലൈക്ക് methane, hydrogen sulfide and carbon dioxide produced by microbial activity. അതെന്താണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഗാനിക് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ഇറ്റ്. അതിന്റെ ഗ്യാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഗാനിക് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ഇറ്റ്. ഓക്കെ, ദ ബാക്ടീരിയം ലൈക്ക് മെത്തനോബാക്ടീരിയം commonly called methanogens that are anaerobically പ്രൊഡ്യൂസ്. അതെന്താണ്, ആ ഗ്രൂപ്പിലെ ഓർഗാനിസംസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മീഥൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മീഥൈൻ മാത്രമല്ല അതിന്റെ കൂടെ അവർ എന്തും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ ഹൈഡ്രജനും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെത്തനോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ എവിടെ കാണുക, റൂമൻസ് ഓഫ് ദ കാറ്റിലിന്റെ റൂമനിൽ കാണുന്ന ഒരു ബാക്ടീരിയമാണ് ഇത് മെത്തനോ ബാക്ടീരിയ എന്ന് പറയുന്നത്. അവരുടെ സെല്ലുലോസ് ഡൈജഷനാണ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ മെത്തനോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ടെക്നോളജി, ഓക്കെ, ദ ടെക്നോളജി ഓഫ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ വാസ് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ മെയിൻലി ഡ്യൂ ടു ദ എഫേർട്സ് ഓഫ് ദ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IARI ആൻഡ് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ KVIC. ഇങ്ങനെ ഒരു എന്താ IARI നിങ്ങൾക്ക് കാണാണ്ട് അവിടെ IARI എന്ന് പറയുന്നത്. അതുപോലെ അതായത് ഇങ്ങനെ ഒരു എന്താ പറയുക ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ഒരു എന്താ പറയുക ഡെവലപ്മെന്റ് നടത്തുന്നത് ഇന്ത്യയിലാണ്. അതിന് ഇന്ത്യയെ സഹായിച്ചത് ആരൊക്കെയാണ്, IARI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. അതെന്താണ്, ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IARI. KVCI ഏതാണ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. ഇത് രണ്ടുമാണ് നമുക്കൊരു ബയോഗ്യാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മളെന്നെ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങുകയാണെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു കോൺക്രീറ്റ് ടാങ്ക് വേണം. ആ കോൺക്രീറ്റ് ടാങ്കിന് ഏകദേശം 10 to 15 10 മുതൽ 15 അടി വരെ എന്ത് വേണം, അതിൻ്റെ ഡെപ്ത് വേണം. ഓക്കെ, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബയോ വേസ്റ്റസ് ഒക്കെ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ കൗവിൻ്റെ ഡങ്കുമില്ല കൗരങ്കൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത് എവിടെയാണ്, ഈ 10 to 15 ഡെപ്ത് ഉള്ള കോൺക്രീറ്റ് ടാങ്കിലാണ്. മാത്രമല്ല അതിന്റെ മേലെ ഞാൻ പിക്ചർ കാണിച്ചു തരാം, അതിന്റെ മേലെ എന്താ ഒരു ഫ്ലോട്ടിംഗ് കവർ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ അതിൽ ഗ്യാസ് വന്നാണ് അനുസരിച്ച് ഈ ഫ്ലോട്ടിംഗ് കവർ എന്ത് ചെയ്യുന്നു, ഫ്ലോട്ടിംഗ് അല്ലേ. അപ്പൊ എന്ത് ചെയ്തു, ഇതും എന്ത് ചെയ്യുന്നു, ബയോഗ്യാസ് ടാങ്കിൽ എന്ത് ചെയ്യുന്നത്, ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും ഗ്യാസിനനുസരിച്ചിട്ട്. മാത്രമല്ല ഇതിന്റെ ഒരു ഔട്ട്ലെറ്റ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എന്താ, ഗ്യാസ് പുറത്തേക്ക് വരാൻ വേണ്ടി എന്ത് വരാൻ ഒരു പൈപ്പും വേണം. അതുപോലെ തന്നെ അതിന്റെ സ്ലറി ഇല്ലേ, ആ സ്ലറി റിമൂവ് ചെയ്യാൻ വേണ്ടി എന്ത് വേണം, താഴെ ഒരു പാത്രമോ അതല്ലെങ്കിൽ എന്ത് വേണം, ഒരു
നമുക്ക് വേണമെങ്കിൽ വീടുകളിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ബക്കറ്റോ എന്തെങ്കിലും വെച്ച് ഉപയോഗിക്കാം. നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിലാണെങ്കിൽ അതിനുള്ള ഒരു വെസൽസ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊരു ബയോഗ്യാസ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കോൺക്രീറ്റ് ടാങ്ക് വേണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നോക്കി ഇതാണ് നമ്മളുടെ ഈ കോൺക്രീറ്റ് ടാങ്ക് എന്ന് പറയുന്നത്. ഇത് 10 to 15 വരെ ഉണ്ടായിരിക്കും ഡെപ്ത്. ഇതിലാണ് ഇതിലൂടെയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്, നമ്മുടെ വേസ്റ്റ് വാട്ടർ അതുപോലെ തന്നെ ഡങ്കൊക്കെ ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇതിന് മേലെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള എന്തെന്ന് പറഞ്ഞു, ഒരു ഫ്ലോട്ടിംഗ് കവർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഗ്യാസ് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇതിലൂടെയാണ് ഗ്യാസ് കളക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗ്യാസ് കളക്ട് ചെയ്ത് നമുക്ക് ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സിന് എന്താണ് ലൈറ്റിംഗ് കുക്കിംഗ് അതിൻ്റെ പ്രോസസ്സിന് വേണ്ടി നമുക്ക് അതിനെ ഉപയോഗിക്കാം. മാത്രമല്ല ഇതിൽ നിന്ന് വരുന്ന വേസ്റ്റ് മെറ്റീരിയലേ സ്ലഡ്ജ് എന്ന് പറയും അല്ലേ. ഈ സ്ലഡ്ജിനെ കളക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യണം, ഒരു വെസൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ലഡ്ജിനെ കളക്ട് ചെയ്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഫെർട്ടിലൈസേഴ്സ് അല്ലെ, ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മുടെ വീടുകളിലോ അതുപോലെ തന്നെ ലാർജ് സ്കെയിലിൽ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫെർട്ടിലൈസേഴ്സിനെ ഉപയോഗിക്കാൻ പറ്റും. അതെന്താണ്, ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഏതായിരിക്കും, 60% മീഥേൻ ആയിരിക്കും. പിന്നെ എന്തായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസുകളാണ് ഇതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത് വരിക. ഓക്കെ, ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ദ റോൾ ഓഫ് മൈക്രോബ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. Okay, let's hope today's portion you will understand very nicely. So here I am winding up my portion. Thank you.